ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എജു സോൺ. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇറങ്ങിയ ഒരു നോട്ടീസാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. സബ്ജക്ട് എന്താ? വേക്കൻസീസ് ഓഫ് ടെക്നീഷ്യൻ ടു ബി നോട്ടിഫൈഡ് ഇൻ 2025. അതായത് RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ 2025 എത്ര വേക്കൻസി ആണെന്നുള്ള കാര്യമാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഹാസ് അപ്രൂവ്ഡ് ടു ഇഷ്യൂ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ 6,374 6,374 വേക്കൻസീസ് ഓഫ് ടെക്നീഷ്യൻ ഇൻ 51 കാറ്റഗറീസ് ഫോർ ദ ഇയർ 2025. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താ നമ്മുടെ ടെക്നീഷ്യന്റെ ഡ്രാഫ്റ്റ് വരേണ്ടത് മാർച്ച് മാസമാണ് അല്ലെ. ഫസ്റ്റ് ALPയുടെ ജനുവരിയിലായിരുന്നു വരേണ്ടത്, ജനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, മാർച്ചിലാണ് വന്നേക്കുന്നത്. ടെക്നീഷ്യൻ മാർച്ചിൽ വരേണ്ടത് എന്താ ഇപ്പം ജൂണിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്താ NTPC അതേപോലെ ജൂനിയർ എഞ്ചിനീയർ ഒക്കെയാണ് വരുന്നുണ്ടാവുക, പാരാമെഡിക്കൽ കാറ്റഗറീസ് ഒക്കെയാണ് വരുന്നുണ്ടാവുക. അപ്പോ ജെയുടെ ഇനി അടുത്ത് തന്നെ വരുന്നുണ്ടാവും. അപ്പൊ ഇതിലിപ്പം പറയുന്നത് വേക്കൻസീസ് അപ്രൂവ്ഡ് ഫോർ സൗത്ത് സെൻട്രൽ റെയിൽവേ ഇൻക്ലൂഡ് 9 വേക്കൻസീസ് ഫോർ ഏരിയസ് 5 ഇൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആൻഡ് 4 ഇൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ടെലികമ്മ്യൂണിക്കേഷൻ, സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ. അതേപോലെ നമുക്ക് എത്രയാണ് എന്തെന്നില്ലാതെ നമുക്ക് അവിടെ പറയാം, കൃത്യമായിട്ട് പറയാം ഓരോരോ വേക്കൻസീസ് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം ഒരു 6,374 വേക്കൻസി എന്നുള്ളത് ടെന്റേറ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവും. എന്തായാലും അതിനെക്കാട്ടിൽ കൂടുതലേ പോകുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു PDF ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പോൾ ഇതിൽ ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ ആണ് ഏറ്റവും അധികം പറഞ്ഞേക്കുന്നത്. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ 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 കണ്ടില്ലേ. അതിപ്പം ഓരോരോ റീജിയനില്. ഓക്കെ, സദേൺ റെയിൽവേ 27, 11, 14 ഇതൊക്കെയാണ് സദേൺ റെയിൽവേയിൽ വരുന്നത്. ഇത് സൗത്ത് വെസ്റ്റ് റെയിൽവേ, വെസ്റ്റ് സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ. ഓക്കെ, അപ്പോ അതൊക്കെയാണ് ആ ഒരു സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഒക്കെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ റെയിൽവേ. ഓക്കെ, എല്ലാത്തിന്റെയും റെയിൽവേയുടെ ഓരോരോ റീജിയനിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ സദേൺ റീജിയനിൽ പറയുമ്പോൾ സദേൺ റീജിയൻ 27, 11, 14 അതൊക്കെയാണ് മെയിനായിട്ട് ഇലക്ട്രിക്കൽ വരുന്നത്. ബാക്കി 14, 82, 4, 4, 208. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 208. ഇലക്ട്രിക്കൽ ആണ് കൂടുതൽ വേക്കൻസീസ് കാണുന്നത്. ഓക്കെ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതിപ്പം വേക്കൻസീസ് അപ്രൂവ് ചെയ്തതാണ്. ടോട്ടൽ 6,374. അപ്പൊ അത് സദേൺ റെയിൽവേയിൽ വരുമ്പോൾ ടോട്ടല് 1,215. ഓക്കെ, 1,215 സദേൺ റെയിൽവേയിൽ വരുന്നത് ഔട്ട് ഓഫ് 6,374. ഓക്കെ, സദേണിൽ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, സദേൺ റെയിൽവേയിൽ തന്നെയാണ് കൂടുതൽ വേക്കൻസീസ് വരുന്നത്, 1,215. ബാക്കി 1,119 ഈസ്റ്റേൺ റെയിൽവേയിൽ 1,119 വരുന്നത്. ഓക്കെ, അപ്പോൾ 6,374 ടോട്ടൽ വേക്കൻസീസ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള നമുക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് ഇതിന്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലബ്ബിന്റെ റിക്രൂട്ട്മെന്റ് ആണെന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് വേക്കൻസീസ് അസസ്മെന്റ് ആണ് ഇവിടെ നടത്തിയേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം പെട്ടെന്ന് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ജെയുടെ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ അവർ ഇറക്കുന്നുണ്ടാവും. ഇനി നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.